പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണണം. നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളെ വാങ്ങുന്ന ആളുകളെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 4ഓളം അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരുന്നത്. ഈ കഴിഞ്ഞ ജനുവരി മാസത്തിൽ, അതായത് ഈ ജനുവരി മാസത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങിച്ചിരിക്കുന്ന എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം. വളരെ പ്രാധാന്യം അറിയിക്കുന്ന 4 അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക. വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പിലേക്ക് പോകാം. നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാന ധനകാര്യമന്ത്രി ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ബഡ്ജറ്റിൽ ക്ഷേമ പെൻഷന് വേണ്ടി 14,500 കോടി രൂപ നീക്കിവെച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന് ഈ ഒരു ഗവൺമെൻറ് ആദ്യ സമയത്ത് വരുന്ന സമയത്ത്, അതായത് ആദ്യ ടേമിൽ വെറും 800 രൂപയിൽ നിന്നാണ് തുക വർദ്ധിപ്പിച്ച് കൊണ്ടുവന്നത്. 1,500 രൂപയിലേക്ക് എത്തി. അതിനുശേഷം രണ്ടാം ടേമിലും തുക വർദ്ധിപ്പിച്ച് ഇപ്പോഴും ഒരു 2,000 രൂപയിലേക്ക് തുക ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ രണ്ടാമത്തെ ടേമിൽ തുക രണ്ടാം ടേമിൽ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നതും തുക 2,500 രൂപ ആക്കുമെന്നാണ്. പക്ഷേ യാതൊരു തരത്തിലുമുള്ള വർധനവ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിട്ടില്ല. 2,500 രൂപയിലേക്ക് പോകുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നില്ല. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞ തവണ ഇലക്ഷന് മുമ്പായിട്ട് വിളിച്ച പോലെ എന്തെങ്കിലും ഒരു പ്രത്യേക പത്രസമ്മേളനവും വിളിച്ച് ഒരു ചെറിയ ബഡ്ജറ്റ് അവിടെ അവതരിപ്പിച്ചാൽ മാത്രം ഈ ഒരു തുക 2,500 എത്തുകയുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ സാമ്പത്തിക സാഹചര്യത്തിൽ ഇത് വർദ്ധിപ്പിക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പല ആളുകളും നമ്മളോട് ചോദിക്കുന്നുണ്ട്, 14,500 കോടി രൂപ അനുവദിച്ചതുകൊണ്ട് ഈ ഒരു പെൻഷൻ തുക വർദ്ധിപ്പിച്ച് 2,500 എത്തുകയില്ല എന്നുള്ളൊരു കാര്യം. സാധാരണ രീതിയിൽ ക്ഷേമ പെൻഷൻ തുക നമുക്കറിയാം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റ തവണയായിട്ട് 100-200 രൂപ ഒക്കെ വെച്ച് കൂട്ടി ഒക്കെ എടുക്കുന്ന രീതിയാണ്. പക്ഷേ ഇതിൽ ഒന്നാമത്തെ കാര്യം, ഇത്തവണ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് സാധാരണ രീതിയിൽ അനുവദിക്കുന്ന ഒരു തുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഒരു പെൻഷൻ തുകയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. ഇത് ബഡ്ജറ്റിലാണ് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക. കടമെടുത്തുകൊണ്ട് മാത്രമാണ് ഈ ഒരു തുക വിതരണം ചെയ്യുന്നത്. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനി വരുന്ന എന്തു തന്നെയായാലും പെൻഷൻ തുക വർദ്ധിപ്പിച്ചാലും, ഇപ്പോൾ ഇരിക്കുന്ന സർക്കാർ തന്നെ അധികാരത്തിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ പെൻഷൻ തുക വർദ്ധിപ്പിച്ചാലും പുതിയ സർക്കാരായിരിക്കും ഇത് കൂടുതലായിട്ട് നൽകേണ്ടത്. അത് ആ ഒരു സർക്കാരിന് വലിയ രീതിയിലുള്ള ബാധ്യത ഉണ്ടാക്കും. മൂന്നാമത്തെ കാര്യം, കർശനമായിട്ടുള്ള നടപടികൾ, പിരിച്ചുവിടൽ അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അനർഹരെ കണ്ടെത്തി പിരിച്ചുവിടുന്ന നടപടികൾ, നമ്മുടെ വീടുകളിലെത്തിയുള്ള ഭൗതിക സാഹചര്യം വിലയിരുത്തൽ, ഇതെല്ലാം നടക്കുകയാണ്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് അർഹതയില്ലാത്ത ആനുകൂല്യങ്ങൾ വീട്ടിൽ 1-2 ആളുകളൊക്കെ 2-3 ആളുകളൊക്കെ അനർഹമായിട്ട് തുക വാങ്ങുന്നവരെയൊക്കെ സർക്കാർ നോക്കി വെച്ചിട്ടുണ്ട്. അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടിയുണ്ടാകും. ഇത് കൂടാതെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ട സാഹചര്യത്തിൽ ഇതിന് സമയം കൂട്ടി നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും പല സമയത്തും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവും. കാരണം പെൻഷൻ തുക അനർഹരുടെ കയ്യിലേക്ക് വലിയ രീതിയിൽ എത്തുന്നു എന്നുള്ളത് സർക്കാരിന് അറിയാവുന്ന കാര്യമാണ്. ഈ ഒരു സമയത്ത് ഒന്നും ചെയ്തില്ല എങ്കിൽ പോലും ഇലക്ഷൻ കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവും. മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഇപ്പോഴേ ഓർത്ത് വെച്ചുകൊള്ളുക, ഇലക്ഷൻ കഴിയുന്നതോടുകൂടി തന്നെ ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ അതിൽ കുടിശ്ശിക ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കാരണം പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നികുതി വർധനവുണ്ടാവും. അതുപോലെ തന്നെ മറ്റ് പല ആനുകൂല്യങ്ങളിലും വിതരണത്തിൽ തടസ്സം നേരിടും. ഇത് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. 2,000 രൂപ ഈ ഒരു മാസം വാങ്ങിച്ച എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യം കൂടിയാണ്.